ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ പെട്രോൾ പമ്പുകളിലുള്ള വാഷ്റൂംസ് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പെട്രോൾ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതല്ലാതെ ഇപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അങ്ങനെ ഇപ്പം നമ്മൾ ആരായാലും അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ചും കൂടി നീറ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് വാഷ്റൂംസും കാര്യങ്ങളും യൂസ് ചെയ്യാറുള്ളത്. ഇനി മുതൽ അത് പറ്റില്ല. കോടതി വിധി വന്നിട്ടില്ല തോന്നുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പം ഈ പെട്രോൾ പമ്പിലെ ആൾക്കാർ, ഉടമസ്ഥരുടെ റിക്വസ്റ്റ് പ്രമാണിച്ചോ ഇതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നിയമമൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. സോറി, നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു കാസർഗോഡ് ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല. കാസർഗോഡ് ഏരിയയിൽ വളരെ നീറ്റായിട്ടുള്ള ഒരു പൊതു ശൗചാലയം, പൊതുവായിട്ടുള്ള ഒരു ക്ലീൻ ഉള്ള ഒരു ശൗചാലയം എൻ്റെ അറിവിലില്ല. ഇനി ഞാൻ കാണാത്തയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാസർഗോഡ് ഒരു പൊതുവായിട്ടുള്ള ഒരു ശുചിമുറി എവിടെയാണുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാണ്ട് വാഷ്റൂം യൂസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. നമ്മൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ടമ്മൊന്ന് കഴിഞ്ഞിട്ട് പോലീസിനൊക്കെ കണ്ടുപെടാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, നമുക്കിപ്പം പീരിയഡ്സ് ആയ സമയത്തൊക്കെ പെട്ടെന്ന് പീരിയഡ്സ് ആവുന്നവരുണ്ടാവാം, ട്രാവൽ ചെയ്യുന്ന സമയത്ത് പീരിയഡ്സ് ആവുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പീരിയഡ്സ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാർ ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, ഈ പൊതുവായിട്ടുള്ള ടോയ്ലറ്റ്സുകൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. അത് നമുക്ക് വേറെ ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമ എന്നുള്ള രീതി അതവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പൊതു ശൗചാലയം ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പെട്രോൾ പമ്പുകളിലുള്ള ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഉണ്ടോ കാസർഗോഡ് ഉണ്ടോ അങ്ങനെ ഒരു നീറ്റായിട്ടുള്ള ഒരു പൊതു ശൗചാലയം? എവിടെയാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നൊന്ന് എനിക്കൊന്ന് ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യണം. ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ, പോയി നോക്കട്ടെ. എൻ്റെ അറിവിൻ്റെ പ്രശ്നമാണോന്ന് എനിക്കറിയില്ലല്ലോ. നിയമം കൊണ്ടുവരുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. എല്ലാവരുടെയും കംഫർട്ടും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും.